ഹേ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെയാണ് ന്യൂസ് അല്ലെങ്കിൽ ഡേറ്റ റിലീസുകൾ അറിയുന്നതെന്നാണ്. ആസ് എ ഡേ ട്രേഡർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് തെറ്റായ ടൈമിങ്ങുകളിൽ ട്രേഡ് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ട്രേഡുകളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം. എങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ അറിയുന്നത്, അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ട് ഫണ്ടമെന്റലി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, ഗൂഗിളിൽ ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യുക. ഫോറക്സ് ഫാക്ടറി അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. ഒരു ബ്ലൂ ഐക്കൺ ആയിരിക്കും ഫോറക്സ് ഫാക്ടറി. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ലൈക്ക് ഇങ്ങനെ ഒരു ക്ലസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. മുകളിൽ നോക്കിയാൽ യൂറോ USD, GBP USD ഓരോ പെയർ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ, USD, CAD, അതുപോലെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഓവറോൾ എന്താണ് ഈ വെബ്സൈറ്റിൽ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഹോം പേജിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൂടെ ഒരുമിച്ചായിരിക്കും കാണിക്കുന്നത്. അതായത് ഇവിടെ ന്യൂസസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ ഫോറംസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ മുകളിൽ ഫോറക്സ് ഫാക്ടറി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം ഫോറംസ്, ട്രേഡ്സ്, ന്യൂസ്, കലണ്ടേഴ്സ്, അങ്ങനെ ഓരോ കാറ്റഗറി ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കലണ്ടർ ആണ്. എങ്കിലും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി ഒരു ഇൻഡെപ്ത് ആയിട്ട് നോളജ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ലൈക്ക് നിങ്ങളൊരു പൊസിഷണൽ ട്രേഡിംഗ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ 1 മന്ത് 2 മന്ത് ഒക്കെ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എന്തായാലും കുറച്ചുകൂടെ ഫണ്ടമെന്റലി അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫോറംസ് നോക്കാം. ഫോറംസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ കറൻസി അനുസരിച്ചും നിങ്ങൾക്ക് ഇവിടെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഗോൾഡിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഗോൾഡ് എന്നൊരു ടാബ് കാണാം. അപ്പോൾ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഗോൾഡിൽ നടക്കുന്ന ഡിസ്കഷൻസും കാര്യങ്ങളും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതുള്ളത് ട്രേഡ്സ്. ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓരോ ആൾക്കാർ ഇന്നത്തെ ദിവസം എക്സിക്യൂഷൻ നടത്തിയിരിക്കുന്ന പ്രൈസ് പോയിന്റ്സ് കാര്യങ്ങൾ, ലോഡ് സൈസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, ഇതിൽ കുറച്ച് ഡേറ്റാസ് നോക്കിയിട്ട്, അതായത് ട്രേഡ്സ് എന്നുള്ള ടാബൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ട്രേഡ് ഡിസിഷൻ അതിലേക്ക് മാറ്റരുത്. നമ്മൾ ടെക്നിക്കലി എന്താണോ അനാലിസിസ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് സെന്റിമെന്റ് അനാലിസിസ് കൂടെ ആഡ് ചെയ്ത് വെറുതെ ട്രേഡ് കുളവാക്കരുത്. അപ്പോഴും ഇതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ ബയാസ് പ്രോപ്പർ ആണോ എന്നറിയാൻ വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഈ വെബ്സൈറ്റ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നോക്കിയാൽ തേർഡ് ടാബിൽ ന്യൂസ് ഉണ്ട്. ഇപ്പം ന്യൂസ് കോമൺ ആണ്, മെയിൻ ആയിട്ട് വരുന്ന ന്യൂസ് കാര്യങ്ങളെല്ലാം കാണും. ഇപ്പോൾ ലാസ്റ്റ് ഡേ നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, പവലിന്റെ സ്പീച്ച്. അപ്പോൾ അതിന്റെ ന്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ന്യൂസ് ഡീറ്റെയിൽസും ഈ ഒരു ടാബിൽ കാണും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കലണ്ടർ. കലണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കത് ലാസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാസ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് കാണാം. അപ്പോൾ മാർക്കറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കറൻസിയുടെ മാത്രം വേണമെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കുക. ഇപ്പോൾ ഇവിടെ GBP എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത്, ഇപ്പോൾ ചാർട്ട് ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ചാർട്ടും GBPയുടെ ആണ്. GBP USD ട്രേഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകൾ ഏതൊക്കെയാണെന്നാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ആർട്ടിക്കിൾസ് കാര്യങ്ങളുണ്ട്, അതുള്ള ബ്രോക്കേഴ്സ് കാര്യങ്ങളുണ്ട്, അതായത് ഏതൊക്കെ ബ്രോക്കറിൽ ആ പെയർ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്വിച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ യൂറോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറോ JPY എന്നടിക്കുക. അപ്പോൾ യൂറോ JPY കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം മാറി യൂറോ JPYയിലേക്ക് ചേഞ്ച് ആവും. ചാർട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ യൂറോ JPYയിൽ എഫക്ട് ചെയ്യുന്ന ന്യൂസുകളായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഒരു സ്പെസിഫിക് കറൻസി വൈസിലായിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടാബ് എന്ന് പറഞ്ഞാൽ ബ്രോക്കർ ആണ്. അതായത് ഇപ്പോൾ കറന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കറിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ പിപ്പ് എത്രയാണ്, സ്പ്രെഡ് എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളതിലേക്ക് പോകാം. കലണ്ടർ അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക് കലണ്ടർ എന്ന് പറയും. ഇതിപ്പോൾ ഫോറക്സ് ഫാക്ടറി മാത്രമല്ല, ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ FXCMന്റെ വെബ്സൈറ്റ്സ് ഉണ്ട്, HFMന്റെ വെബ്സൈറ്റ്, എല്ലാ ബ്രോക്കറിനും ഒരു വെബ്സൈറ്റ് വീതം കാണും. അപ്പോൾ എങ്കിലും ഈ പറയുന്ന പോലെ എക്കണോമിക് കലണ്ടർ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഈ ഒരു കലണ്ടറിന്റെ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു വിൻഡോ മാത്രമേ കാണൂ. പക്ഷേ ഫോറക്സ് ഫാക്ടറിയിലേക്ക് വരുമ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ ഞാനിപ്പോൾ കാണിച്ച പോലെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യമായിട്ട് ഒരു എക്കണോമിക് കലണ്ടർ ഓപ്പൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടൈം സോൺ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 12.3 എന്ന് കാണാം. അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടൈം അനുസരിച്ച് ഇവിടെ 11 മണി കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മുംബൈ GMT, ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. കാരണം ഞാൻ കറന്റ് ഇന്ത്യയിലായതുകൊണ്ട് എൻ്റെ ടൈം സോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ, ഏത് കൺട്രിയിലാണോ അതനുസരിച്ച് വേണം ഫസ്റ്റ് ടൈം സോൺ സെറ്റ് ചെയ്ത് സേവ് സെറ്റിങ്സ് കൊടുക്കുക. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന ടൈമിലായിരിക്കത്തില്ല നമുക്ക് അവിടെ ന്യൂസ് റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം സോൺ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ദിസ് വീക്ക് എന്ന് കാണാം, അല്ല ഒരു ജസ്റ്റ് ഒരു കലണ്ടർ പോലെ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ഇന്നത്തെ ഡേയിലെ ന്യൂസസ് നോക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ന്യൂസ് നോക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തെ ന്യൂസ് നോക്കാം. ഇപ്പം ഞാനിവിടെ ദിസ് വീക്കാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ന്യൂസ് കാണിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് മാത്രം, ഇന്ന് 13-ാം തീയതിയാണ്, ഇന്നത്തെ ഡേറ്റ് മാത്രം കൊടുക്കുക, അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ ഫിൽട്ടർ ആയി. ഇപ്പോൾ കണ്ടോ, തേഴ്സ്ഡേ June 30, ഇന്നത്തെ ഡേ മാത്രം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇത്രയും ന്യൂസസ് മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാബുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ഫസ്റ്റ് ഡേറ്റ് തന്നെയാണ്, അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ടൈം ഉണ്ട്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ന്യൂസുകളും അല്ലെങ്കിൽ ഡേറ്റ റിലീസുകളും വരുന്ന ടൈം ഏതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കറൻസി കാണാം, അതായത് ഏത് കറൻസിയിലായിരിക്കും ഇത് മെയിൻ ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് നടക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, USD അതായത് US$ എന്ന് പറഞ്ഞൊരു കറൻസിയിലെ ന്യൂസ് കാണുവാണെങ്കിൽ മനസ്സിലാക്കുക അതും എല്ലാ മേജർ കറൻസീസിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മറിച്ച് ഇപ്പോൾ ഇവിടെ GBP അല്ലെങ്കിൽ JPY അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേറെ കറൻസീസിലാണെങ്കിൽ അതാത് കറൻസി പെയറുകളിൽ മാത്രം, അതായത് ഇപ്പോൾ JPY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USD JPYയിൽ എഫക്ട് ചെയ്യുക, യൂറോ JPYയിൽ എഫക്ട് ചെയ്യുക, അതായത് JPY കൂടെ ഉള്ള പെയറുകളിൽ എഫക്ട് ചെയ്യുക. അതുപോലെ തന്നെ USD എന്ന് പറഞ്ഞാൽ USD കൂടെ ഉള്ള പെയറുകളിൽ എഫക്ട് ചെയ്യാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മറ്റേതിൽ എഫക്റ്റ് ഉണ്ടായിരിക്കില്ല, ഏറ്റവും കൂടുതൽ എഫക്റ്റ് എപ്പോഴും അതാത് പെയറുകളിലായിരിക്കും. തൊട്ടിപ്പുറത്ത് ഇമ്പാക്റ്റ് എന്ന് കാണാം. ഇമ്പാക്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ എത്രത്തോളം വൊളറ്റാലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളറുകൾ കാണാം, റെഡ് കാണാം, യെല്ലോ കാണാം, താഴേക്ക് വന്നാൽ ഇവിടെ ഒരു ഓറഞ്ച് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതായത് ഒന്ന് ഫിൽട്ടർ ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു യെല്ലോ ഒന്നും ആവശ്യമില്ല, യെല്ലോയിലൊന്നും മാർക്കറ്റിൽ വലിയ വോളറ്റാലിറ്റി ഉണ്ടാക്കാത്തതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൈ ഇമ്പാക്ട് ന്യൂസസും മോഡറേറ്റ് ഇമ്പാക്ട് ന്യൂസും. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ഇമ്പാക്റ്റ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ അവസാനത്തെ 2 എണ്ണം ഒഴിവാക്കുക, ആദ്യത്തെ 2 എണ്ണം ഇടുക. ഓക്കെ, അപ്ലൈ ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് ഒന്ന് ഫിൽട്ടർ ആവും. മനസ്സിലായി? അപ്പോൾ മെയിൻ ന്യൂസുകൾ മാത്രമായി കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതും മെയിൻ ന്യൂസുകളാണ്. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ റെഡ് കളറിലാണ്. ഇപ്പോൾ റെഡ് ഫോൾഡർ ഡേ എന്നൊക്കെ നമ്മൾ പറയും അതിന്, അല്ലെങ്കിൽ റെഡ് ഫോൾഡർ ന്യൂസ് എന്നൊക്കെ പറയും. കാരണം അത് നല്ല രീതിയിൽ മാർക്കറ്റിനെ പുഷ് ചെയ്യാനും അല്ലെങ്കിൽ താഴേക്കും മുകളിലേക്കും ഒക്കെ മൂവ് ചെയ്യിക്കാനുള്ള ഇമ്പാക്റ്റ് ഉള്ള ന്യൂസുകളായിരിക്കും. ഇപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ നോക്കിയാൽ ഓരോ ന്യൂസിൻ്റെയും പേരുകൾ കാണാം. FOMC, എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അങ്ങനെയുള്ള പേരുകൾ കാണാം. അപ്പോൾ ഇത് ഇൻഡെപ്ത് ആയിട്ട് എന്താണ് എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് വന്ന് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂസിനെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ഇവിടെ കാണിക്കും. അതുപോലെ ഹിസ്റ്ററി കിട്ടും, കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്തൊക്കെ നോക്കാം. അപ്പോഴും ഒരു കാര്യം പറയാം, ഇപ്പം ഇതിൽ കുറച്ച് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാം, ആക്ച്വൽ, ഫോർകാസ്റ്റ്, പ്രീവിയസ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ ആക്ച്വൽ എന്ന് പറയുന്നതാണ് നമുക്ക് ഇന്ന് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റിലീസായി കഴിയുമ്പോൾ വരാൻ പോകുന്ന ഡേറ്റ. അപ്പോൾ ഇവിടെ മിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൻ്റെ ഡേറ്റ റിലീസ് നോക്കിയിട്ട് പോയി ട്രേഡ് എക്സിക്യൂഷൻ നടത്തും. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയി വരാൻ ഒരു സ്പെസിഫിക് ടൈം എടുക്കും. ആ ടൈമിലേക്ക് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് കഴിയും. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡ് മേ ബി ഒരു റോങ് സ്ഥലത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് പൂർണ്ണമായി നിങ്ങൾ ട്രേഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ റിസൾട്ട്സ് നോക്കിയിട്ട് പുതിയ ട്രേഡ് എക്സിക്യൂഷൻസ് ആരും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ പ്രീവിയസ്, ബാക്കിൽ നിന്ന് വരാം. പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആ ഒരു ഡേറ്റ റിലീസ് ആയപ്പോൾ എത്രയായിരുന്നു അതിൻ്റെ റിസൾട്ട്. അതായത് ഇവിടെ നോക്കിയാൽ 37.4K എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്തവണ എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്, അതാണ് ഫോർകാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്തവണ എക്സ്പെക്ട് ചെയ്തത് 30.5 ആണ്, പക്ഷേ റിസൾട്ട് വന്നത് ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39.7 ആണ്. അപ്പോൾ അതായത് കൂടുതലാണ്, അതാണ് ഒരു പച്ച കളറിൽ പോസിറ്റീവായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, പോസിറ്റീവായിട്ട് ഒരു ഗ്രീൻ കളറിൽ അവിടെ കണ്ടാലും നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഒരു ബൈ എൻട്രിയോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത്. കാരണം മാർക്കറ്റിൽ ആ മൊമെൻറ്റം കഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ട്രേഡ് റോങ് ഡയറക്ഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു ട്രേഡ് അല്ല, എക്കണോമിക് കലണ്ടർ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ഹൈ ഇമ്പാക്ട് ന്യൂസുകളാണ്. ഇനി ഇത് എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇമ്പാക്റ്റ് കാണിക്കുക. ഇപ്പോൾ ടുഡേ ആണ്, ഇന്ന് കഴിഞ്ഞ ദിവസത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ യെസ്റ്റർഡേയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 6 PM ഇതുണ്ടോ, 6 PM USDയിൽ 1, 2, 3 ഹൈ ഇമ്പാക്ട് ന്യൂസുകളുണ്ട്. അപ്പോൾ യൂറോ USD ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ USDയിലാണ്, യൂറോ USD എന്ന് പറഞ്ഞാൽ USD തൊട്ടിപ്പുറത്തുണ്ട്, യൂറോ USD. അപ്പോൾ ഇവിടെ 6 PM ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടൈം കാണാം, ഇതുണ്ടോ 6 PM വെനസ്ഡേ 12. അപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ആണ് ആ ഒരു ന്യൂസ്
ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായി. അപ്പോൾ ഈ ടൈമുകളിലൊക്കെ നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ മേ ബി ട്രിഗർ ആകാതെ പോകും. അപ്പോൾ കൂടുതൽ ലോസിലും കാര്യങ്ങളിലൊക്കെ അക്കൗണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ നമുക്ക് വൈസായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് രാവിലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ന്യൂസ് എപ്പോഴാണ് ഉള്ളത് നോക്കാം. നമുക്ക് 6 മണിക്ക് തന്നെ USDയിൽ ഹൈ ഇമ്പാക്ട് ന്യൂസ് വരുന്നുണ്ട്. അതായത് PPI, കോർ PPI, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്, ഇതൊക്കെ നല്ല ഇമ്പാക്ട് ഉള്ള ന്യൂസുകളാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ മേ ബി ഒരു ഉച്ചയ്ക്ക് ലണ്ടൻ സെഷനിൽ ട്രേഡ് എടുത്ത ഒരാളാണെങ്കിൽ എൻ്റെ ട്രേഡ് കറന്റ് റണ്ണിങ് ആണ്. ഇൻ കേസ് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും ന്യൂസ് ടൈമിന് മുന്നേ അത് ക്ലോസ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ. ആരും ന്യൂസ് ടൈമിലേക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഹോൾഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ സ്ലിപ്പേജ് അടിക്കുകയും സ്ലിപ്പേജ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ലോസിലേക്ക് അക്കൗണ്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഫണ്ടമെന്റലി നോക്കുമ്പോൾ ആസ് എ ഡേ ട്രേഡർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. നമ്മുടെ ട്രേഡ് മാനേജ്മെന്റ് ആണ് നമ്മളിവിടെ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ ട്രേഡ് എക്സിക്യൂഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം റിസൾട്ട്സ് നമുക്കുണ്ട്, ശരിയാണ്. റിസൾട്ട്സ് നോക്കിയിട്ട് ഓക്കെ റിസൾട്ട് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മാർക്കറ്റിന് ഡയറക്ഷൻ മുകളിലേക്ക് ആയിരിക്കും എന്നുള്ള അസംഷൻ ആരും വെക്കരുത്. ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ആയിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. അല്ലാത്ത പക്ഷം പുതിയ ട്രേഡുകളൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഹൈ ഇമ്പാക്ട് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ന്യൂസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു ന്യൂസിനെ എടുത്ത് പറയുന്നില്ല. റെഡ് ഫോൾഡർ ന്യൂസുകളെല്ലാം ഹൈ ഇമ്പാക്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു മന്ത്ലി വ്യൂ നോക്കാം. ഇപ്പോൾ ദിസ് മന്ത് എന്ന് കൊടുക്കാം. ഈ മാസത്തെ എത്ര ഹൈ ഇമ്പാക്ട് ന്യൂസ് ഇത് നോക്കാം. ഇതുണ്ടോ, എല്ലാ ദിവസവും ഓരോ ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്പെസിഫിക് ടൈമുകളിലാണ്. ഓക്കെ, അതായത് എല്ലാ ദിവസവും ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. അതിൻ്റെ സ്പെസിഫിക് ടൈമുകളിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ന്യൂസുകൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഡേ ട്രേഡിംഗ് ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും പൊസിഷണൽ ട്രേഡിംഗ് ആണെങ്കിലും ന്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പ്രോപ്പറായ രീതിയിൽ തന്നെ അനാലിസിസ് ചെയ്യാൻ പഠിക്കുക. മിക്ക ആൾക്കാർക്കും വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നല്ല റണ്ണിങ് ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കും. അതായത് ഉച്ചയ്ക്കൊക്കെ ലണ്ടനിൽ എടുത്ത ട്രേഡ് നല്ല പ്രോഫിറ്റിൽ റണ്ണിങ് ആയിരിക്കും. ഇൻ കേസ് ഒരു നോൺ ഫാം അല്ലെങ്കിൽ അതുപോലുള്ള ഹൈ ഇമ്പാക്ട് ന്യൂസ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ 6 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ന്യൂസ് നെഗറ്റീവ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഓവറോൾ പ്രോഫിറ്റും പോയി നേരെ ലോസിലേക്ക് അക്കൗണ്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പ്രോപ്പറായിട്ടും എന്ത് ചെയ്യുക, ഒരു എക്കണോമിക് കലണ്ടർ നിങ്ങൾ രാവിലെ തന്നെ വാച്ച് ചെയ്തിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫണ്ടമെന്റലി ഫോറക്സിൽ നോക്കുന്ന ഒരു ചെറിയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.